അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഹദീസ് നിഷേധം മതനിരാസത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക എന്ന പ്രമേയത്തിൽ നമ്മളിവിടെ ഒരാദർശ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ നിലവിലുള്ള ഹദീസ് നിഷേധ പ്രവണതകളെയും അതുപോലെ തന്നെ നിരൂപണം എന്ന പേരിൽ ഹദീസുകൾക്കെതിരെ ആർക്കും വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കുതിര കയറാൻ കഴിയുന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ ആണിക്കല്ലായ ഹദീസുകളെ അവിടെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന വാദങ്ങളെയുമാണ് നമ്മൾ ഖണ്ഡിക്കാൻ പരിശ്രമിച്ചത്. ഹദീസുകൾ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിൻ്റെ വഹിയാണ് ഹദീസുകളും എന്ന ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ ആ അടിസ്ഥാന പാഠം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്ത് മാനവരാശിക്ക് മാതൃകയായി പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതേത് തിരുസുന്നത്തുകളുണ്ടോ തിരു ഹദീസുകളുണ്ടോ അവയൊന്നും അങ്ങനെ ആർക്കും വരുന്നവർക്കും പോകുന്നവർക്കും ഏത് ലേബലൊട്ടിച്ചും നിഷേധിക്കാനും വക്രീകരിക്കാനും ദുർവ്യാഖ്യാനും കഴിയുന്ന രൂപത്തിൽ ഏതെങ്കിലും സാഹിത്യ രചനകളോ അല്ലെങ്കിൽ ഭാവനാത്മകമായ കവിതകളോ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിക്കുന്നത് പോലെ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഹദീസുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവരുളുകൾ അത് അല്ലാഹുവിൻ്റെ വഹിയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലും തന്നിഷ്ടത്തിനനുസരിച്ച് പ്രവാചകൻ പറയുന്ന വാചകങ്ങളല്ല എന്ന ഒരു പാഠം ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നാളിതുവരെയുള്ള മുസ്ലിം സമൂഹത്തിലെ അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ പാമരന്മാരും അടക്കമുള്ള ആളുകളൊക്കെയും ആ ഹദീസുകളെ അതിൻ്റേതായ ഗൗരവത്തിൽ സമീപിച്ചത്. ഒരു ഹദീസ് പറയുമ്പോൾ, ഒരു ഹദീസ് കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ വുദുവോടി കേൾക്കാറുണ്ടായിരുന്ന ഇമാം മാലിക്കിനെ പോലെയുള്ള പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. രോഗശയ്യയിൽ മരണാസന്നനായി കിടക്കുമ്പോൾ ഹദീസിനെ പറ്റി സംശയം ചോദിക്കുമ്പോൾ കിടന്നുകൊണ്ടല്ല, എഴുന്നേറ്റ് ഇരുന്ന് അതിൻ്റേതായ മര്യാദയിൽ ഗാംഭീര്യത്തോടു കൂടിയാണ് ഒരു ഹദീസ് പറയേണ്ടത് എന്ന് പഠിപ്പിച്ച സഈദ് ഇബ്നുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള താബിഈ പണ്ഡിതന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രമാണങ്ങളോട്, ഹദീസുകളോട്, അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള പ്രതിബദ്ധത, അതിനോടുള്ള ആത്മാർത്ഥത, അത് സംരക്ഷിക്കുന്ന ആ പ്രക്രിയയിൽ മുസ്ലിം സമൂഹത്തിന് മാത്രം ലോകത്ത് അവകാശപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു വിജ്ഞാന ശാഖയാണ് ഹദീസ് നിദാന ശാസ്ത്രം. ഹദീസുകളുടെ സനദുകളെക്കുറിച്ച്, മത്നുകളെക്കുറിച്ച് ഒക്കെ സംശയം ജനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള ആരോപണങ്ങളും പറയാറുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏതെങ്കിലും ഒരു മതങ്ങളുടെയോ പ്രത്യയശാസ്ത്രങ്ങളുടെയോ ഏതെങ്കിലും ഒരു ആശയധാരയുടെയോ ആചാര്യൻ്റെയോ മത നേതാവിൻ്റെയോ ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെയോ ഒന്നും ജീവിതം തിരുവരുളുകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ പ്രവർത്തികളൊന്നും മുസ്ലിം സമൂഹം അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സംരക്ഷിച്ചതുപോലെ സംരക്ഷിച്ചിട്ടില്ല. ഉസൂലുൽ ഹദീസ് എന്ന, ഉലൂമുൽ ഹദീസ് എന്ന അതിനുവേണ്ടി മാത്രം നിർമ്മിച്ചെടുത്ത വിജ്ഞാന ശാഖ മുസ്ലിം സമൂഹത്തിന് മാത്രം അഭിമാനത്തോടുകൂടി അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ്. ആ മുൻഗാമികൾ ഇത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ കാണിച്ച ശ്രദ്ധ, അതിൽ അവർ കാണിച്ച അതിനോടുള്ള ആദരവ്, ബഹുമാനം, അത് നിലനിർത്താൻ ലോകാവസാനം വരേക്കുമുള്ള നമ്മളടങ്ങുന്ന മുസ്ലിം സമൂഹം ബാധ്യസ്ഥരാണ്. ഏതെങ്കിലും ഒരു നിലയ്ക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന, പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ ഒരു അരവാചകം, ഒരു വാചകം നിഷേധിച്ചിട്ട് മുന്നോട്ട് പോകാൻ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ ഒരാൾക്കും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദീസിൻ്റെ നിരൂപണം എന്ന പേരിൽ നിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ദീനിൻ്റെ തന്നെ, ഇസ്ലാമിൻ്റെ തന്നെ അസ്ഥിവാരമാണ് തുരന്നുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഹദീസുകളോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കണം. എന്ത് വില കൊടുത്തും മുൻഗാമികൾ പ്രതിരോധിച്ചതുപോലെ ഹദീസുകൾക്കെതിരെയുള്ള വിമർശനങ്ങളെ, ആരോപണങ്ങളെ, ദുർവ്യാഖ്യാനങ്ങളെ, അതിൻ്റെ വക്രീകരിക്കലുകളെ ഒക്കെ പ്രതിരോധിക്കുന്നതിന് മുൻനിരയിൽ ഹദീസിൻ്റെ സംരക്ഷകരായ മുൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നിലകൊണ്ടതുപോലെ തന്നെ നമ്മളും നിലകൊള്ളണം എന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ പേരിൽ ഇനി സയനിസ്റ്റ് എന്നല്ല, അതിൻ്റെ പേരിൽ കൂടോത്രവാദി എന്നല്ല, നവയാഥാസ്ഥികൻ എന്നല്ല,
ഏതേത് വിമർശനങ്ങൾ കേട്ടാലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെതിരെയുള്ള വിമർശനങ്ങളെ ധീരമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നേരിട്ടുകൊണ്ട് ഹദീസുകളുടെ സംരക്ഷണത്തിൻ്റെ പാതയിൽ നിലനിൽക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സുന്നത്തുകളെ, തിരു ഹദീസുകളെ ഒരു വിഭാഗം ആളുകൾ നിഷേധിച്ചുകൊണ്ട് നടക്കുമ്പോൾ അതിനെ സ്വന്തം വാക്കിലും നോക്കിലും ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ പ്രവർത്തികളിലും കർമ്മങ്ങളിലുമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ആ സുന്നത്തുകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാളായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം എന്നതാണ്. 30,000-ഓളം ഹദീസുകൾ വരുന്ന ഉൾക്കൊള്ളുന്ന, അതിനേക്കാളധികം ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ, 30,000-ഓളം ഹദീസുകൾ ക്രോഡീകരിച്ച മുസ്നദ് അഹ്മദിന്റെ കർത്താവായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമു അഹ്ലി സുന്ന, അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ലാ അഅലമു സുന്നതൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സുന്നത്ത്, ഒരു പ്രവാചക ചര്യ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇല്ല അമിൽതു ബിഹാ വലൗ മറത്തൻ വാഹിദ, ഒരു തവണയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രാവർത്തികമാക്കാതെ വിട്ടുപോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ, അത് വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ, ഏതേത് മേഖലകളിൽ നമ്മൾ ഇടപെടുന്നു അവിടെയൊക്കെയും പ്രാവർത്തികമാക്കുക എന്നത് തന്നെയാണ് ഹദീസുകളോടുള്ള നമ്മുടെ പ്രതിബദ്ധത. അതിനോടുള്ള പ്രതിബദ്ധത, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൂറ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് അങ്ങനെയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തുടരുന്നത് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂൽ ഹിജ്റ പോകുമ്പോൾ തൗർ ഗുഹയിൽ 3 ദിവസം അവിടെ ഒളിച്ച് താമസിച്ചു. ആ ഒരു ചര്യ മാത്രം പിന്തുടരാൻ, അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ബാക്കിയൊക്കെയും എനിക്കറിഞ്ഞ എല്ലാ പ്രവാചക ചര്യയും ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതേ ഇമാം അഹ്മദ് പറയുന്നത് കാണാൻ കഴിയും. പിന്നീട് മുഅ്തസിലികളുടെ കരാള ഹസ്തങ്ങളിൽ അവരുടെ ഭരണകൂടം ഇമാം അഹ്മദിനെ പീഡിപ്പിച്ചപ്പോൾ ഹദീസ് ഉദ്ധരിക്കാൻ പോലും, അല്ലെങ്കിൽ ബഗ്ദാദിലെ പള്ളിയിൽ ഹദീസ് ക്ലാസ് നടത്താനുള്ള അനുവാദം നിഷേധിച്ച് ഇമാം അഹ്മദിനെ പീഡിപ്പിച്ചപ്പോൾ ഇമാം അഹ്മദ് പറയുന്നു, അന്ന് ആ മിഹ്നത്തിൻ്റെ, ആ പരീക്ഷണത്തിൻ്റെ കാലത്ത് എനിക്ക് അതിനുമുള്ള അവസരമുണ്ടായി. ഞാൻ അങ്ങനെ ഒരു ഗുഹയിൽ ഞാൻ 3 ദിവസം ഒളിച്ച് താമസിച്ചു. ഫഹമിത്തുല്ലാഹ തആല, അല്ലാഹു എനിക്ക് നൽകിയ ആ അവസരം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച എല്ലാ സുന്നത്തുകളെയും പ്രാവർത്തികമാക്കാൻ അല്ലാഹു എനിക്ക് തന്ന അസുലഭമായ ആ അവസരം എനിക്ക് ലഭിച്ചതിൻ്റെ പേരിൽ ഞാൻ അല്ലാഹുവിന് സ്തുതി പറഞ്ഞു എന്നും അദ്ദേഹം ഉദ്ധരിക്കാൻ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ആദർശ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട പാഠം, ഒരു കൊത്തിവെക്കേണ്ട പാഠം അതുകൂടിയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ആളുകളോടുള്ള ഇടപാടുകളിൽ, സംസാരങ്ങളിൽ, നമ്മുടെ ഇണകളോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നിസ്കാരത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, അങ്ങനെ ഏതേത് മേഖലകളുണ്ടോ അവിടെയൊക്കെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ മുഖമുദ്രയാക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലത്ത് നമ്മളെ മുസ്ലിം ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയതുപോലെ, അലൈക്കും ബിസുന്നതി, അല്ലയോ മുസ്ലിം സമൂഹമേ, ഉമ്മത്തെ, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന സച്ചരിതരായ ഖലീഫമാരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. കാരണം പ്രവാചക ചര്യ ഏറ്റവും നന്നായി മനസ്സിലാക്കിയതും അതിന് അനുവർത്തിക്കുന്നതും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരാണ്. എങ്ങനെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് സലഫുകളായ, നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാർ മുതൽ, താബിഈങ്ങൾ മുതൽ, തബഉ താബിഈങ്ങൾ മുതൽ അവിടെ നിങ്ങോട്ടുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ നിന്നും, അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ പല സ്റ്റേജുകളിലും പേജുകളിലുമായി നമ്മൾ ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്തങ്ങ് ഉദ്ധരിച്ചിട്ട്, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അങ്ങ് ഉദ്ധരിച്ചിട്ട് തങ്ങൾക്ക് തോന്നുന്ന അർത്ഥം വെക്കാൻ കഴിയില്ല. ഏത് മുൻഗാമിയാണ്, ഏത് സലഫാണ്, ഏത് ഇമാമാണ് ഇതേ ആയത്ത് ഉദ്ധരിച്ചിട്ട്, ഇതേ ഹദീസ് ഉദ്ധരിച്ചിട്ട് നിങ്ങൾ പറയുന്ന ആശയം പഠിപ്പിച്ചത്, നിങ്ങൾ പറയുന്ന ആ ആദർശം ഇത് പഠിപ്പിച്ചത് ഏത് മുൻഗാമിയാണ് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംസാരം അവസാനിപ്പിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത്, സ്വഹാബികളുടെ ആ ചര്യ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലുള്ള യഥാർത്ഥ ദീനിൻ്റെ ആ പാത, പ്രവാചക ചര്യ എന്നത് വെറുതെ എങ്ങ് മുറുകെ പിടിച്ചാൽ പോരാ. അദ്ദു അലൈഹാ ബിൻ നവാജിദ്,
അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. പല രൂപത്തിൽ പല പേരുകളിൽ പ്രവാചക ചര്യകളെ ഭർഷിക്കാനും അതിനെ താറടിച്ച് കാണിക്കാനും സ്വഹീഹായ ഹദീസുകളിൽ തങ്ങളുടെ ബുദ്ധിക്ക് അനുസൃതമായി ദുർവ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്ന ഈ കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ, അതേ ആദർശം, അതേ നയനിലപാടുകൾ, അതേ സ്വഭാവങ്ങൾ, അതേ മര്യാദകൾ, അതേ ഗുണങ്ങൾ, അതേ നിലപാടുകൾ എല്ലാം മുറുകെ പിടിച്ചു മുന്നോട്ട് പോകാൻ, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഹദീസുകളെ നിഷേധിക്കുക, അതിനെ നിസ്സാരമാക്കുക അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള അനാദരവാടി എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മളെ ഒരിക്കലും ശരിയായ പാതയിലേക്കല്ല, നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ കടക്കൽ തന്നെ കത്തിവെക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ ഹദീസ് നിഷേധം മതനിരാസത്തിലേക്ക് തന്നെ നയിക്കുന്നതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവുക. അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രവാചക ചര്യ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.